ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദർശൊക്കെ മാല ഇട്ടിരിക്കുകയാണ് കേട്ടോ. ആദർശ് മാല ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കരമായ തലകറക്കമൊക്കെ അനുഭവപ്പെടുകയാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ദേവയാനിക്ക് തലവേദനയും തലകറക്കവും ഒന്നും മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പണി കിട്ടുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ നയനെ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ എവിടെയാണ്? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാലയിട്ടിട്ടല്ലേ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ. അതെ, മാലയിട്ടിട്ടാണ് വരുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും മാല ഇട്ടിട്ടില്ല ഇതിനു മുമ്പ്. കാരണം എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ അത് ചെയ്യാറ്. ഞാൻ തന്നെ പോയിട്ട് അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാം. അപ്പം നയന പറയാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വാശി? മാല ഇടുന്ന കാര്യത്തിലും കൂടെ ഇങ്ങനെ വാശിയുടെ ആവശ്യമുണ്ടോ ആദർശേട്ടാന്ന് ചോദിക്കാൻ. അതെനിക്ക് അയ്യപ്പസ്വാമിയോടൊന്നും അല്ല വാശി, എനിക്ക് വാശി എൻ്റെ അമ്മയോട് തന്നെയാണ്. അമ്മ ഇപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നയന് പറയാണ്, അങ്ങനെയൊന്നും പറയണ്ട ആദർശേട്ടാ, ഇത് നല്ല കാര്യമല്ലേ വ്രതം എടുക്കാമെന്ന്, നമുക്ക് സന്തോഷമായിട്ട് തന്നെ അത് ചെയ്യാമെന്ന് പറയണം. അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അമ്മയുടെ മനസ്സിൽ ഒരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പരിഭവം എനിക്കും ഉണ്ടെന്ന് പറയാണ്. ഞാൻ മാലയിട്ട സമയത്ത് തന്നെ അമ്മയ്ക്ക് അവിടെ തലകറക്കം ഉണ്ടായി എന്നൊക്കെ പറയുന്ന കേട്ടു എന്നൊക്കെ ആദർശ നയനയോട് പറയുക. അതേസമയം നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ദേവയാനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഇങ്ങനെ അനുഭവപ്പെടുകയാണ് കേട്ടോ. എന്തായാലും ഒരു പണി നയനിക്കിട്ട് കൊടുത്തതല്ലേ, അപ്പം അതിൻ്റേതായ അനുഭവങ്ങൾ വരാതിരിക്കില്ലല്ലോ. അതിനുശേഷം ഈ ദേവയാനിയാണെങ്കിലും വളരെ മോശമായിട്ടാണ് നയനയോട് സംസാരിക്കുന്നത്. നയന ഈ മുറിയിൽ കിടന്നോളാന്ന് മാറിക്കിടന്നോളാന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ കൊള്ളാം, എന്നിട്ട് രാത്രിയിൽ എണീറ്റ് ആദർശിനെ മുട്ടി ഒരുമിയിരിക്കാൻ പോയേക്കരുതെന്ന് പറയണം. അങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ തന്നെ സംസാരിക്കുന്ന ദേവയാനിക്ക് അതുപോലെ തന്നെ ഒരു അടിപൊളി പണിയും കിട്ടുകയാണ് കേട്ടോ. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഈ വിവരങ്ങളൊക്കെ ജയനും അജയനും വന്ന് പറയുന്നുണ്ട്. ദേവയാനിക്ക് തല കറങ്ങിയെന്നും ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, ദേവയാനി ആദർശിനോടും നയനയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് അവൾ പറഞ്ഞ കാര്യം നല്ലതാണ്, പക്ഷെ നീ അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്കിപ്പോൾ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. എനിക്ക് അസുഖം വന്ന് എൻ്റെ ശരീരത്തിനെ ബാധിച്ച കാരണം ആരെ അടക്കി ഭരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജയ, നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു എന്ന് പറയാം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകണ്ടേ, സാരില്ല, പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് ഇനി കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിക്ക് ആ പണി കിട്ടുകയും ചെയ്യാണ്. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ജലജയാണെങ്കിൽ അനാമികയുടെ അമ്മയുടെയും കൂടെയാണ് നിൽക്കുന്നത്. എങ്ങനെ നയനയും നവ്യയെ ഇവിടുന്ന് ഓടിക്കാമെന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സൂക്ഷിച്ചോണം, അവളുമാർ പണി തരും, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് വേണം എന്നൊക്കെ അനാമികയോട് പറയാണ്. അതേസമയം നമ്മുടെ ദേവയാനിക്ക് വീണ്ടും തലവേദന ഉണ്ടാവുകയാണ്. ഭയങ്കരമായ തലവേദന ഉണ്ടായിട്ട് ദേവയാനി തളർന്ന് മാറിയിരിക്കുകയാണ്. അപ്പോഴും ജലജ പറയുന്നുണ്ട് അനാമികയോട്, കുഴപ്പമൊന്നുമില്ല, അവർ ചെയ്യുന്നതിൻ്റെ തന്നെ അനുഭവിക്കുന്നതെന്ന് പറയാണ്. അപ്പം അനാമികയും പറയുന്നുണ്ട്, അത് നേരാ, ആ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ വല്യമ്മ ഈ വ്രതമൊക്കെ എടുപ്പിക്കുന്നത്. ആ മരുമകളെ ഒട്ടും കാണരുത്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, അത് നേര് തന്നെയാണ്, അതുകൊണ്ടാണ് ഏട്ടത്തി ഒരു പണി കൊടുത്തത് ആ നയനയ്ക്കിട്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ ചെയ്യുമ്പം പണി കിട്ടിയില്ലെങ്കിലേ പറയാനുള്ളൂ. ദേ ആദർശ് മാലയിട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഏട്ടത്തിക്ക് തലകറക്കവും തലവേദനയും വിമിഷ്ടമൊക്കെയാണ്. എന്തായാലും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വശത്തൂടെ കിട്ടട്ടെ, നമുക്കെന്തായാലും ആദർശും നയനയും കൂടെ ഹണിമൂണിന് പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവരങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ദേവയാനി വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട് ദേവയാനിയോട്, ദേവയാനി, നിനക്കിപ്പം ഈ അസുഖം വന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? അപ്പം ദേവയാനി പറയാണ്, എന്തുകൊണ്ടാ? എന്തെങ്കിലും BP കുറയോ കൂടുകയോ എന്തെങ്കിലും ചെയ്ത് കാണും, അതുകൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിപ്പം തലകറക്കം വരുന്നത്? നീ ആദർശ മാല ഇട്ടപ്പം മുതലാണ് നിനക്ക് തലകറക്കം ഉണ്ടായത്, അത് നീ ശ്രദ്ധിച്ചോ? ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ആദർശ മാല ഇടുന്നതും എനിക്ക് തലകറക്കം വരുന്നതുമായിട്ട് എന്ത് ബന്ധമാണ്? ഒരു ബന്ധവും ഇല്ലേ ദേവയാനി? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ നല്ല മനസ്സോടു കൂടി തന്നെയാണോ ആദർശിനോട് വ്രതം എടുക്കാനും മാലയിടാനും ഒക്കെ പറഞ്ഞത്? ആദർശം നയനയും കൂടി ഹണിമൂണിന് പോകുമെന്നുള്ള ആ ഒരു കുശുമ്പ് കൊണ്ടല്ലേ നീ അത് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ,
ഞാൻ അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് മനസ്സിൽ വിചാരിച്ച കാര്യമാണ് എന്ന് ദേവയാനി പറയുമ്പം ജയൻ ചോദിക്കുകയാണ്, നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അയ്യപ്പസ്വാമി സാക്ഷി നിർത്തി എന്നൊക്കെ പറയാൻ പറ്റുമോ? നീ അത് നേരത്തെ മനസ്സിൽ കണ്ട കാര്യമാണെന്ന് നീ അപ്പോൾ വിചാരിച്ചെടുത്തതല്ലേ? അവരൊന്നിച്ച് പോകരുത്, അവരൊന്നിക്കരുത്, അങ്ങനെയുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ നീ അങ്ങനെ ആദർശിനെ കൊണ്ട് മാലയിടിയിപ്പിച്ചത്? നിന്റെ മനസ്സ് എന്ത് ദുഷ്ടത്തരമാണുള്ളത്? നിന്റെ സ്വന്തം മകനല്ലേ ആദർശ്, അവൻ്റെ ഭാര്യയല്ലേ നയന, അവരൊന്നിക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ദൈവത്തെ വച്ചുകൂടി നീ കളിക്കരുത് ദേവയാനി. അപ്പോൾ ദേവയാനിക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. ദേവയാനി പറയാണ്, ഇപ്പം എന്താ ഞാൻ വേണ്ടത്? ആദർശിനോട് മാലയിടാൻ പറഞ്ഞതാണോ ഞാൻ ചെയ്തത് വലിയ കുറ്റം? അച്ഛൻ്റെ അസുഖം മാറാൻ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നത് കുറ്റമാണോ? അവർക്ക് ഹണിമൂണിന് പോകണമെങ്കിൽ ഇനിയും പോകാമല്ലോ. ഈ വ്രതം 41 ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. ഇപ്പം ഇതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ടാണോ വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിനക്കൊരു മുന്നറിയിപ്പ് നൽകിയെന്നേ ഉള്ളൂ. ഇപ്പം നീ അനുഭവിക്കുന്നില്ലേ? നിനക്കിപ്പം അതിനുശേഷം തലകറക്കവും തലവേദനയും മാറിയിട്ടില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് നീ സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജയൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ദേവയാനിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളവും നെഞ്ചിന് വേദനയും ആകെ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് പുറത്തെല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി ചിരിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുവാണ് കേട്ടോ ദേവയാനി. ദേവയാനി അതൊന്നും ഇല്ലാത്ത ഭാവത്തിനങ്ങ് ഇറങ്ങി നടക്കുകയൊക്കെയാണ്. ഇറങ്ങി നടന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും ഇരിക്കുന്നിടത്തൊക്കെ വന്ന് ദേവയാനി ഇരിക്കുമ്പം എല്ലാവരും കൂടി വ്രതത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആദർശ് മാലയിട്ടിട്ട് വരുന്നത്. ആദർശ് മാലയിട്ട് വരുമ്പോഴേക്കും മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചെന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ദേവയാനിക്ക് ഭയങ്കരമായ തലവേദന എടുക്കുന്നുണ്ടെങ്കിലും ദേവയാനി എല്ലാവരുടെയും സന്തോഷത്തിൽ അങ്ങ് പങ്കുചേരുന്ന പോലെ മാറി മാറി നടക്കുകയാണ്. അപ്പോൾ നയന ഉണ്ടാക്കിയ പായസം നയന കൊണ്ടുവരുവാണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദർശ് വരുമ്പോൾ ആദർശിനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനിക്ക് പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പായസമൊന്നും വേണ്ട, എനിക്കിപ്പോൾ പായസം കുടിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ദേവയാനി, നിനക്ക് പായസം കുടിച്ചാൽ എനിക്കത്ര സുഖം ഇല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ പായസം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ്. അപ്പം നയന നന്നായിട്ട് ഇങ്ങനെ ദേവയാനിയെ ശ്രദ്ധിക്കുമ്പം പല സ്ഥലത്തും ദേവയാനി മാറി നിന്ന് ഭയങ്കരമായ വിമിഷ്ടമൊക്കെ കാണിക്കുകയാണ് കേട്ടോ. തലവേദന എടുക്കുന്നത് പോലെയും നെഞ്ച് തിരുമുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പം നയന ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്താണ് പറ്റിയത്? നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, കുറച്ച് നേരമായിട്ട് വയ്യായികയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കടിച്ച് തിന്നാൻ വരും, അതുകൊണ്ട് ഒന്നും ചോദിക്കണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനൊക്കെ ശേഷം ദേവയാനി എല്ലാവരും ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ദേവയാനിക്ക് വയ്യായികയൊക്കെ തോന്നി റൂമിൽ പോയിട്ട് ചെന്ന് കിടക്കുകയാണ് കേട്ടോ. തലവേദന എടുത്തിട്ട് തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോഴേക്കും നയനെ അങ്ങോട്ട് ചെല്ലുകയാണ്. നയനെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്ത് പറ്റി? ഏയ് എനിക്കൊന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയണ. അമ്മ വെറുതെ കള്ളത്തരം പറയണ്ട, എന്തിൻ്റെയെങ്കിലും പേരിൽ എന്നോട് ദേഷ്യപ്പെടുകയും വേണ്ട. ഞാൻ കുറച്ച് സമയമായിട്ട് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വല്ലാത്ത തലവേദന എടുക്കുകയും നെഞ്ച് തിരുമുകയും ഛർദ്ദിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്. എനിക്കെന്തായാലും നിനക്കെന്താ, ഞാനിതൊക്കെ അനുഭവിച്ചോളാം, നീ നിൻ്റെ കാര്യം നോക്കാൻ പോകുന്നുണ്ടോ നയനെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. അപ്പോഴും നയന പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്തിനാ എല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് കുറച്ച് സമയം കിടന്നാൽ എൻ്റെ അസുഖമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞില്ലേ? ആ ശരി, അമ്മ കിടന്നു, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറയാണ്. കുറച്ച് ചൂടുവെള്ളം കുടിക്കുക, അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ് നയന പോയിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ദേവയാനിക്ക് അങ്ങ് വയ്യാതാവുകയാണ് കേട്ടോ. ആ തളർച്ച ക്ഷീണം ഒക്കെ ആയിട്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. നയന വെള്ളം കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഈ വെള്ളം കുടിക്കുക എന്ന് പറയാണ്. അപ്പോൾ ആ വയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ദേവയാനി ആ വെള്ളമൊക്കെ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ബാം എടുത്ത് നെറ്റിയിൽ തിരുമ്മിത്തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബാമൊക്കെ എടുത്ത് ദേവയാനിയുടെ നെറ്റിയിൽ തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ദേവയാനിക്ക് എന്തോ നയനയോടൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. നയനെ അത്രയൊക്കെ ശ്രദ്ധിച്ചല്ലോ എന്ന് വെച്ച് നയന വെള്ളം കൊടുത്തിട്ട് കിടന്നു. അമ്മ കിടന്നു, റെസ്റ്റ് എടുത്തു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അമ്മ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ദേവയാനെ നോക്കിയിട്ടൊക്കെ നയനെ അങ്ങ് പോവാണ്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ദേവയാനി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വരാൻ പോകുമ്പം ദേവയാനിക്ക് നയനെ ഇങ്ങനെ കെയർ ചെയ്യുകയും ദേവയാനിയുടെ അസുഖം ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുമ്പം നയനയോട് ഭയങ്കര സ്നേഹമൊക്കെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അതൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്